വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുവൈറ്റ് ഇ വിസേനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുവൈറ്റിൽ ഇ വിസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഗവൺമെൻറ് വന്നിട്ട് ഇ വിസയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കുവൈറ്റിലേക്ക് ഒരു ഫാമിലി വിസിറ്റിംഗ് വിസയൊക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ആദ്യകാലത്ത് 400 KD മിനിമം വേണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ സാലറി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കണ്ട. നമുക്കൊരു സിവിൽ ഐ ഡി ഉള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലീനെ കൊണ്ടുവരാം. അത് മാത്രമല്ല ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് വൈഫ് അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡ് കുട്ടികൾ, അത് മാത്രമല്ല പേരൻസ്, അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അങ്ങനെയും കൂടി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിസയ്ക്ക് ഈ കുവൈറ്റിലൊരു ഫാമിലി വിസിറ്റിംഗ് വിസയോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയോ ആണെങ്കിലും നമ്മൾ വരുന്നത് എന്താ പറയുക എയർവേസിൽ കൂടെ, അതുപോലെ കുവൈറ്റ് എയർവേസോ അല്ലെങ്കിൽ ജസീറ എയർവേസോ കൂടി എയർവേ ആയിട്ട് വരണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ലാൻഡോ അല്ലെങ്കിൽ നമുക്ക് സിയോ ഏത് ത്രൂ വേണമെങ്കിലും നമുക്ക് ഷിപ്പിലോ വണ്ടിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ കുവൈറ്റിലേക്ക് എൻട്രി ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് 3 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വിസ കിട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക്. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് സപ്പോർട്ട്, ടേം ഓഫ് യൂസ്, പ്രൈവസി പോളിസി, FAQ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, കോണ്ടാക്റ്റേഴ്സ്, ഇൻഫോർമേഷൻ എബൌട്ട് കുവൈറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻ, വിസ ടൈപ്പ്, വിസ ഇൻസ്ട്രക്ഷൻ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ തുറന്ന് നോക്കണം. കാരണം നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതല്ലായിരിക്കും. ഇപ്പോൾ വിസ ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗവൺമെൻറ് വിസ, ബിസിനസ് വിസ, ഫാമിലി വിസ, ടൂറിസ്റ്റ് വിസ, ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ വിസയുടെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ എങ്ങനെയാണ് വിസ, ഏത് രീതിയിലൊക്കെ നമുക്ക് എൻട്രി പെർമിഷൻസ് ഉണ്ട്, എന്തിനാണ് ഒരു വിസ, അപ്പോൾ റെസിഡൻസി എൻട്രി പെർമിറ്റ്, റെസിഡൻസി വിസ ഇൻസ്ട്രക്ഷൻസ്, പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി, അതുപോലെ തന്നെ എൻട്രി പെർമിറ്റ് വാലിഡിറ്റി, സ്റ്റേ ഡ്യൂറേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റേ ഡ്യൂറേഷനിൽ ദ ഹോൾഡർ ഓഫ് ദ എബോ മെൻഷൻഡ് എൻട്രി പെർമിറ്റ് മസ്റ്റ് വിസിറ്റ് എ കുവൈറ്റ് എംബസി ഓർ കോൺസുലേറ്റ് ഇൻ ദർ കൺട്രി ടു പ്രൊവൈഡ് എ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് issued by the authority of their home country within no more than 90 days since issuance. Alternatively, if they have residence in another country for at least 2 years, they must provide a certificate from the authorities of the country. ഇത് PCCനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ റെസിഡൻസി വിസ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ എല്ലാ വിസനെ കുറിച്ചും വിസിറ്റ് എൻട്രി പെർമിറ്റ്, അതുപോലെ വിസിറ്റ് വിസ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുള്ളത് പാസ്പോർട്ട് വാലിഡിറ്റി നോട്ട് ലെസ് ദാൻ 6 months, എൻട്രി പെർമിറ്റ് വാലിഡിറ്റി 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂനസ്, സ്റ്റേ ഡ്യൂറേഷൻ, നമ്പർ ഓഫ് എൻട്രി, അതുപോലെ ടൂറിസം വിസയുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബിസിനസ് വിസിറ്റ് വിസ ഇൻസ്ട്രക്ഷൻസ്, മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ ഇൻസ്ട്രക്ഷൻസ്, നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കണം. ട്രാൻസിറ്റ് വിസ ഇൻസ്ട്രക്ഷൻസ്, ട്രാൻസ്പോർട്ട് ഡ്രൈവർ വിസ ഇൻസ്ട്രക്ഷൻ, പിന്നെ എമർജൻസി എൻട്രി വിസ ഇൻസ്ട്രക്ഷൻ. പിന്നെ ഇത് എന്തായാലും എല്ലാവർക്കും ഒരു ആവശ്യമുള്ളൊരു കാര്യമായിരിക്കും. വിസയുടെ ഫീനെ കുറിച്ചൊരു ഡൗട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഞാൻ കുറച്ചും കൂടി പറയാം. നമ്മൾ റെസിഡൻസി വിസ ഫീസിൽ നമ്മളിപ്പോൾ എൻട്രി ടൈപ്പ് ഗവൺമെൻറ് വർക്ക് എൻട്രി വിസ ആണെങ്കിൽ എൻട്രി ഫീ വന്നിട്ട് 3 KD. നമ്മൾ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി ആയിട്ട് 2 KD പെർ ഡേ ഇൻ ദ ഫസ്റ്റ് മന്ത്, 4 KD പെർ ഡേ ദെർ ആഫ്റ്റർ. പ്രൈവറ്റ് സെക്ടർ വർക്ക് എൻട്രി വിസ 3 KD ആണ്, 2 KD പെർ ഡേ ഇൻ ദ ഫസ്റ്റ് മന്ത്, 4 KD പെർ ഡേ ദെർ ആഫ്റ്റർ. പിന്നെ ഡൊമസ്റ്റിക് വർക്ക് ആൻഡ് എൻട്രി വിസ 3 KD, 2 KD പെർ ഡേ പെനാൽറ്റി. then
കമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എൻട്രി വിസ 3KD 2KD പെർ ഡേ. അപ്പോൾ അതുപോലെ ഡിപ്പെൻഡൻറ്റ് വിസ 3KD ആണ്, 2KD പെർ ഡേ ഇൻ ദ ഫസ്റ്റ് മന്ത്, 4KD പെർ ഡേ ദെയർ ആഫ്റ്റർ. സ്റ്റുഡൻറ്റ് വിസ, ടെമ്പററി ഗവൺമെൻറ് കോൺട്രാക്റ്റ് എൻട്രി, അതിനും 3KD തന്നെയാണ്. പെനാൽറ്റിക്ക് ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ വിസിറ്റ് വിസയുടെ ഫീ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് വിസിറ്റ് വിസ ആണെങ്കിൽ 3KD, പെനാൽറ്റി 10KD ആണ്. എല്ലാ വിസിറ്റ് വിസകൾക്കും പെനാൽറ്റി 10KD ആണ്. അതുപോലെ തന്നെ ഫാമിലി വിസിറ്റ് വിസ 3KD ആണ്, പ്രൈവറ്റ് വിസിറ്റ് വിസ 3KD ആണ്, ടൂറിസം വിസിറ്റ് വിസ 3KD. പിന്നെ ഇപ്പം മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടെങ്കിൽ 3KD + 1KD പെർ മന്ത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓൾ എമൗണ്ട് ആർ കളക്റ്റഡ് ഇൻ ദ കുവൈറ്റി ദിനാർ. ഓൾ കളക്റ്റഡ് എമൗണ്ട് ആർ നോൺ റീഫണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ പേ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നന്നായിട്ട് എല്ലാ രീതിയിലും ആലോചിച്ചതിന് ശേഷം പേ ചെയ്യുക. ഇൻ കേസ് ഓഫ് വിസിറ്റ് എക്സ്റ്റൻഷൻ ദ സെയിം ഫീസ് വിൽ ബി കളക്റ്റഡ്. അതുപോലെ ഇവിടെ FAQയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിസ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്ലിക്കേഷൻ പ്രോസസ്സ്, പേയ്മെൻറ്റ് ഫീസ്, ഡോക്യുമെൻ്റ് ആൻഡ് പാസ്പോർട്ട് റിലേറ്റഡ്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒരു വിസിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.